എൻഡോസൾഫാൻ ദുരിതബാധിതരെ വീണ്ടും വഞ്ചിച്ച് സർക്കാർ. പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട അർഹരായ ദുരിതബാധിതർക്ക് ധനസഹായം നൽകുമെന്ന മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനം ജലരേഖയായി മാറുന്നു. പുതുതായി ദുരിതബാധിതരെ കണ്ടെത്തുന്നത് സംബന്ധിച്ച ആശങ്കയിലാണ് സമരസമിതി. 1031 എൻഡോസൾഫാൻ ദുരിതബാധിതരിൽ അർഹരായവർക്ക് കൊടുക്കുമെന്നാണ് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത്. ഇത് ആശങ്കപ്പെടുത്തുന്നു. കാരണം 2017 മെഡിക്കൽ ക്യാമ്പിൽ നിന്ന് അർഹരായവരെയാണ് തെരഞ്ഞെടുത്തത്. അതിൽപ്പെട്ടവർ തന്നെയാണ് ഈ 1031 പേരും. അതുകൊണ്ട് മുഖ്യമന്ത്രി കൃത്യമായി അത് പറയുന്നുണ്ട്. പക്ഷേ പിന്നീട് വന്ന ഈ തീരുമാനങ്ങളിൽ ആശങ്കാകുലരാണ് ഇവിടുത്തെ എൻഡോസൾഫാൻ ദുരിതബാധിതർ. കൃത്യമായി 1031 പേരും അർഹരാണെന്നും അവരെ ഉൾപ്പെടുത്തി അവർക്ക് ആവശ്യമായ അടിയന്തര ചികിത്സ എത്രയും വേഗം കൊടുക്കണമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു. ജോസഫ്, ഈ ഒരു മന്ത്രിസഭാ യോഗത്തിലെ അർഹരായ ദുരിതബാധിതർക്ക് ധനസഹായം നൽകുമെന്ന മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനമാണ് ഇപ്പോൾ പ്രഖ്യാപനങ്ങൾ മാത്രം ഒതുങ്ങുന്നത് എന്ന ആരോപണമാണ് ഉയർന്നു വരുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾ എല്ലാ കാലത്തും ജനങ്ങളും മാറി മാറി വന്ന് സർക്കാരുകളും ഏറ്റെടുത്തിരുന്നതാണ്. പക്ഷേ കഴിഞ്ഞ കാലങ്ങളിൽ ഇതിൽ വാഗ്ദാനങ്ങളിൽ മാത്രമായി സഹായങ്ങൾ ഒതുങ്ങിപ്പോകുന്നു എന്ന പരാതിയാണ് എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ളത്. കഴിഞ്ഞ മാസവും സമാന രീതിയിൽ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ ചികിത്സാ ധനസഹായം മുടങ്ങുന്നതിനെതിരെയും സൗജന്യ മരുന്ന് മുടങ്ങുന്നതിനെതിരെയും ആംബുലൻസ് സംവിധാനം അടക്കമുള്ളവ മുടങ്ങുന്നതിനെതിരെയും ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി രംഗത്ത് വന്നിരുന്നു. ആ ഘട്ടത്തിൽ കളക്ടർക്ക് ഇത്തരത്തിൽ ഒരു ചുമതല നൽകിയിരുന്നു. അതായത് കാസർഗോഡ് പാക്കേജിൽ ഉൾപ്പെടുത്തി എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് ഈ സഹായം അനുവദിക്കാനുള്ള ഒരു തീരുമാനമാണ് മന്ത്രിസഭാ യോഗത്തിലുണ്ടായിരുന്നു. പക്ഷേ ആ മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനം ഇതുവരെയും നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖാർദ്രമായ കാര്യം. ഈ സമൂഹത്തിലെ ഏറ്റവും അവശത അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് എൻഡോസൾഫാൻ ദുരിതബാധിതർ. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഇവരുടെ വിഷയങ്ങൾ വീണ്ടും വീണ്ടും ചർച്ചയിലേക്ക് വരുന്നത്. ഇപ്പോൾ ഒരു സാങ്കേതികത്വത്തിന്റെ പേര് പറഞ്ഞ് ഇവരുടെ അവകാശങ്ങൾ തടഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. ഈ പട്ടികയിൽ ഉൾപ്പെടുത്തി പിന്നീട് പുറത്താക്കപ്പെട്ട 1031 പേർക്ക് സഹായം അനുവദിക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചെങ്കിലും ഈ പട്ടികയിൽ പുനഃപരിശോധന വേണമെന്നൊരു നിർദ്ദേശമാണ് ജില്ലാ കളക്ടറുടെ ഭാഗത്ത് നിന്ന് പോയിരിക്കുന്നത്. ഇത് തന്നെയാണ് എൻഡോസൾഫാൻ ദുരിതബാധിതരെ വലിയ ആശങ്കയിലാക്കുന്നത്. അന്ന് തന്നെ ഈ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത് അനർഹമായിട്ടാണ്. മാത്രവുമല്ല, ഇത്തരത്തിൽ ഒരു കൂടിയാലോചനകളും കൂടാതെ ഇവരെ ഈ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നു. 2017 നടത്തിയ ക്യാമ്പിലാണ് ഇത്തരത്തിൽ ഇവർ പട്ടികയിൽ ഇടം പിടിച്ചത്. വിദഗ്ധരായ ഡോക്ടർമാരുടെയും മറ്റും മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷമാണ് ഇവർ എൻഡോസൾഫാൻ ദുരിതബാധിതരാണ് എന്ന വിവരം കണ്ടെത്തിയത്. പക്ഷേ ഈ റിപ്പോർട്ടിനെ തീരെ അവഗണിച്ചുകൊണ്ടാണ് പിന്നീടുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ ഉണ്ടായത്. ഇത് വെള്ളപൂശാനാണ്, അതായത് എൻഡോസൾഫാൻ ദുരിതത്തെ വെള്ളപൂശാനാണ് കളക്ടർ അടക്കമുള്ള ആളുകൾ അല്ലെങ്കിൽ ചില തൽപര കക്ഷികൾ ശ്രമിക്കുന്നതെന്ന ഗുരുതര ആരോപണം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഈ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾ ഇനിയും അവഗണിച്ച് മുന്നോട്ട് പോകുന്നത് ശരിയല്ല. കാരണം സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ വൈഷമ്യം അനുഭവിക്കുന്ന ഒരു സമൂഹമാണ് ഈ എൻഡോസൾഫാൻ ദുരിതബാധിതർ. അതുകൊണ്ട് തന്നെ ഈ കാസർഗോഡ് പാക്കേജിൽ ഉൾപ്പെടുത്തി മന്ത്രിസഭാ യോഗത്തിൽ പാസാക്കിയതുപോലെ വേഗത്തിൽ തന്നെ ഇത്തരത്തിൽ ആനുകൂല്യങ്ങൾ ഇവരിലേക്ക് എത്തിച്ചേരണം. സൗജന്യ ചികിത്സ മുടങ്ങാൻ പാടില്ല, സൗജന്യ മരുന്ന് വിതരണം മുടങ്ങാൻ പാടില്ല, അതുപോലെ തന്നെ പെൻഷൻ, ഇവർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന പെൻഷൻ മുടങ്ങാൻ പാടില്ല, ആംബുലൻസ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തണം എന്നുള്ള ആവശ്യങ്ങളെല്ലാം ഇപ്പോഴും വീണ്ടും സജീവ ചർച്ചയായി തന്നെ വരികയാണ്. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടിയുള്ള സെൽ യോഗങ്ങളും ഈ അടിയന്തരമായി കൂടണമെന്നൊരു ആവശ്യം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. എന്തായാലും സർക്കാർ പ്രഖ്യാപനങ്ങൾ മാത്രം നടത്തുന്നു, പക്ഷെ അത് നടപ്പിലാക്കേണ്ട ഉദ്യോഗസ്ഥർ അത് ജലരേഖയാക്കി മാറ്റുന്നു എന്നുള്ളൊരു സ്ഥിതിവിശേഷമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ദീപ്തി, യൂസഫ്, അതുപോലെ തന്നെ ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഈ ദുരിതബാധിതർ ഈ ഒരു പ്രത്യക്ഷമായ ഒരു സമരത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു വിഷയം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ തന്നെയാണോ തീരുമാനിച്ചിരിക്കുന്നത്? തീർച്ചയായും തെരഞ്ഞെടുപ്പ് അടുക്കുന്നതിന്റെ ഒരു പശ്ചാത്തലത്തിൽ വീണ്ടും എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഈ എൻഡോസൾഫാൻ ജനകീയ മുന്നണിക്കുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും പ്രത്യക്ഷ സമരവുമായി മുന്നോട്ടിറങ്ങാനാണ് ഇവരുടെ തീരുമാനം. കഴിഞ്ഞ ഒരു മാസം മുമ്പ് കളക്ടറുടെ ചേംബറിലെത്തി ഇവർ വലിയ രീതിയിലുള്ള പ്രതിഷേധം അറിയിച്ചിരുന്നു. ആ ഘട്ടത്തിൽ കളക്ടർ ഉറപ്പു നൽകിയത് 1.5 മാസത്തിനുള്ളിൽ ഈ പ്രശ്നങ്ങളെല്ലാം അടിയന്തരമായി പരിഹരിക്കുമെന്നായിരുന്നു. അതിനുശേഷം
3 ദിവസത്തിനുള്ളിൽ തന്നെ അടിയന്തര മന്ത്രിസഭാ യോഗം ചേർന്ന് 1031 പേർക്കും ഈ സഹായം അനുവദിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. അത്തരത്തിലുള്ള സഹായം നൽകുമെന്ന് സർക്കാർ ഉറപ്പുവരുത്തിയിരുന്നു. പക്ഷേ മാസം 1 കഴിഞ്ഞിട്ടും ഇത്തരത്തിൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. സാങ്കേതികത്വത്തിന്റെ പേര് പറഞ്ഞ് ഈ പ്രഖ്യാപനങ്ങളെ ജലരേഖയാക്കി മാറ്റുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും എൻഡോസൾഫാൻ ജനകീയ മുന്നണി ഇത്തരത്തിൽ പ്രത്യക്ഷ സമരങ്ങളുമായി മുന്നിട്ടിറങ്ങുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഈ തിരഞ്ഞെടുപ്പ് എടുക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ തങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ അവർ പോരാട്ടം തുടരുക തന്നെ ചെയ്യും. നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ കുറെ വർഷങ്ങളായി അവർ മിനി സിവിൽ സ്റ്റേഷന്റെ മുമ്പിലും അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റിന് മുമ്പിലും കളക്ടറേറ്റിന് മുമ്പിലും നിരന്തരമായി സമരം ചെയ്യുന്നുണ്ട്. പക്ഷേ അവരുടെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ അത് നേടിയെടുത്തു കൊടുക്കാൻ ഇതുവരെയും ബന്ധപ്പെട്ട അധികാരികൾക്ക് ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇവരുടെ പ്രശ്നങ്ങൾ തീർച്ചയായും സർക്കാർ അവഗണിക്കരുതെന്ന് തന്നെയാണ് ഈ പ്രതിപക്ഷ പാർട്ടികൾ അടക്കം ഈ ഘട്ടത്തിലും വ്യക്തമാക്കുന്നത്. എന്തായാലും എൻഡോസൾഫാൻ ജനകീയ മുന്നണി ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന ഒരു ഘട്ടത്തിൽ പ്രത്യക്ഷ സമരങ്ങളുമായി മുന്നോട്ടിറങ്ങും എന്ന് തന്നെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. കളക്ടറുടെ ചില കാര്യങ്ങൾ പറഞ്ഞ് സാങ്കേതികത്വത്തിന്റെ പേര് പറഞ്ഞ് ഇത്തരത്തിൽ അവകാശങ്ങളും ആനുകൂല്യങ്ങളും തടഞ്ഞു വെക്കുന്ന ഒരു വിശേഷമാണ് ഉള്ളതെന്നാണ് ഇവർ പ്രധാനമായും ആരോപണം ഉന്നയിക്കുന്നത്. ദീപ്തി. ശരി, എൻഡോസൾഫാൻ ദുരിതബാധിതരെ സർക്കാർ അവഗണിക്കുന്നു എന്ന ആരോപണമാണ് ഉയരുന്നത്. പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട അർഹരായ ദുരിതബാധിതർക്ക് ധനസഹായം നൽകുമെന്ന മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനം ജലരേഖയായി മാറുന്ന ഒരു സാഹചര്യമാണുള്ളത്. പുതുതായി ദുരിതബാധിതരെ കണ്ടെത്തുന്നത് സംബന്ധിച്ച ആശങ്കയിലാണ് സമരസമിതി. ജോസഫ് അഗസ്റ്റിനാണ് വിവരങ്ങൾ നൽകിയത്.